എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ +2 യോഗ്യതയുള്ളവർക്ക് താരതമ്യേന ലെസ് കോമ്പറ്റീഷനുള്ള ഒരു ഗ്രൂപ്പ് സി ജോലി വേക്കൻസിയെ പറ്റിയിട്ടാണ് പറയുന്നത്. വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക. അപ്പോൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ഗ്രൂപ്പ് സി പോസ്റ്റാണ്. ഏകദേശം 45,000 രൂപയോളം ഇൻഹാൻഡ് സാലറി ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത്. അപ്പോൾ സിംഗിൾ ഡേ എക്സാമാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ ബേസിലാണ് സെലക്ഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ സ്കിൽ ടെസ്റ്റും ഉണ്ടാവും. അപ്പോൾ കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ ജൂനിയർ അസിസ്റ്റൻറ്റിൻ്റെ ഈ ഒരു വേക്കൻസിയുടെ കഴിഞ്ഞ തവണത്തെ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ 21, 2023 നോട്ടിഫിക്കേഷൻ വന്നത്. ഏകദേശം 3 മാസം കഴിഞ്ഞപ്പോൾ ഡിസംബർ 15 ഫസ്റ്റ് എക്സാം CBT എക്സാം നടന്നു. അതിനുശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്തവർക്ക് തൊട്ടടുത്ത മാസം തന്നെ ജനുവരി 2024 ആയപ്പോഴത്തേക്ക് സ്കിൽ ടെസ്റ്റും നടത്തുകയുണ്ടായി. അതായത് ഏകദേശം 4 മാസം കൊണ്ട് തന്നെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് അവസാനിച്ചു. അപ്പോൾ ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഏകദേശം 8,321 പേരായിരുന്നു ഈ എക്സാമിന് അപ്ലൈ ചെയ്തത്. 5,600ഓളം പേര് മാത്രമാണ് എക്സാം അറ്റൻഡ് ചെയ്തത് എന്നാണ്. ജൂനിയർ അസിസ്റ്റൻറ്റിന് മാത്രമായിട്ട് ഏകദേശം 24ഓളം ഒഴിവുകളായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ എക്സാം നടത്തുന്നത് നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ മെഡിക്കൽ സയൻസ് NBEMS ആണ് ഈ എക്സാംസ് നടത്തിയത്. ജൂനിയർ അസിസ്റ്റൻറ്റ് അതുപോലെ തന്നെ സ്റ്റെനോഗ്രാഫർ വേക്കൻസീസ് ഒക്കെ അന്ന് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഈ വർഷത്തെ എക്സാം സെപ്റ്റംബർ മാസത്തിലാണ് നമ്മൾ നോട്ടിഫിക്കേഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. 18 വയസ്സ് മുതൽ 27 വയസ്സിന് ഏജ് ലിമിറ്റെങ്കിലും SC/ST വിഭാഗത്തിന് 5 വർഷത്തെയും OBC വിഭാഗത്തിന് 3 വർഷത്തെയും പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതാണ്. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് വരുന്നത്. 200 മാർക്കിൻ്റെ 50 മാർക്കുള്ള റീസണിങ്, 50 മാർക്കുള്ള ജനറൽ അവെയർനെസ്, 50 മാർക്കുള്ള ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ 50 മാർക്കിൻ്റെ ഇംഗ്ലീഷ് നോളജ്. ഇങ്ങനെ 4 മേഖലകളിൽ നിന്നുള്ള 200 മാർക്കിൻ്റെ ടോട്ടൽ ചോദ്യങ്ങളാണ് നമുക്ക് ആൻസർ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. സോ 2025 തന്നെ +2 യോഗ്യത വെച്ച് ഒരു ജൂനിയർ അസിസ്റ്റൻ്റ് ആകാനുള്ള ഏറ്റവും മികച്ച ഒരു അവസരമാണ് NBEMS കണ്ടക്ട് ചെയ്യുന്ന ഈ ഒരു എക്സാം. സോ ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോസ് നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ കാര്യം ശരിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം.